തൃശൂർ മറ്റത്തൂർ പഞ്ചായത്തിൽ കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയുമായി സഖ്യത്തിലേർപ്പെട്ട വാർഡ് അംഗങ്ങൾക്കെതിരെ കർശന നടപടിയുമായി DCC. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ വിമതർ ഉൾപ്പെടെ 10 പേരെ അയോഗ്യരാക്കാനുള്ള നടപടി തുടങ്ങി. ഉടൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് വ്യക്തമാക്കി. പാർട്ടിയിലെ ഈ കൈച്ചിഹ്നത്തിൽ വിജയിച്ച 8 പേരെയും സ്വതന്ത്രരായി വിജയിച്ച് പാർട്ടിയിലേക്ക് വന്ന 2 പേരെയും പിന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന് നേതൃത്വം കൊടുത്തു എന്ന് ഉള്ള DCC ജനറൽ സെക്രട്ടറി ശ്രീ TM ചന്ദ്രനെയും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഷാഫിയെയും KPCC നേരിട്ട് തന്നെ പുറത്താക്കിയിട്ടില്ല. അല്ല, അദ്ദേഹത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. നടപടി ഉണ്ടാവും. അത് അദ്ദേഹത്തിൻ്റെ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ നടപടി തീർച്ചയായിട്ടും ഉണ്ടാവും. അതേസമയം മറ്റത്തൂരിൽ ബി.ജെ.പിയുമായി മുൻ ധാരണയോ സഖ്യമോ ഇല്ലെന്ന് നടപടി നേരിട്ട DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ 24നോട് പറഞ്ഞു. DCCയുടേത് അപഹാസ്യ നാടകമാണെന്നും TM ചന്ദ്രൻ പറഞ്ഞു. കോൺഗ്രസിൽ നിന്ന് ഞാൻ DCC ജനറൽ സെക്രട്ടറി എന്നെയും മണ്ഡലം പ്രസിഡന്റ് ഷാഫിയെയും പുറത്താക്കി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ 8 മെമ്പർമാർക്കെതിരെ നടപടിയെടുത്തു എന്നാണ് പറയുന്നത്. നേതൃത്വത്തിന്റെ പിടിപ്പുകേട് കൊണ്ട് സംഭവിച്ചത്, DCC നേതൃത്വത്തിന്റെ പിടിപ്പുകേട് കൊണ്ട് സംഭവിച്ചതിന് ഞങ്ങളെ ബലിയാടാക്കുകയാണ്. സ്വാഭാവികമായും വിപ്പ് കൊടുക്കാൻ ബാധ്യസ്ഥരായ DCC നേതൃത്വം വിപ്പ് കൊടുക്കുകയോ അല്ലെങ്കിൽ നേതൃത്വവുമായി മണ്ഡലം നേതൃത്വവുമായോ ഈ പഞ്ചായത്ത് മെമ്പർമാരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിർദ്ദേശം കൊടുക്കുകയോ ചെയ്തിട്ടില്ല. എന്നിട്ട് ഇത്തരമൊരു വിഷയം സംഭവിച്ചതിന് ശേഷം അതിൽ നിന്ന് തലയൂരുന്നതിന് വേണ്ടി DCC നേതൃത്വം നടത്തുന്ന അപഹാസ്യമായ നാടകമാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. സൂരജ് സജി തൃശ്ശൂരിൽ ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. സൂരജ്, കേരള രാഷ്ട്രീയത്തിൽ അസാധാരണമായ സംഭവങ്ങളാണ് ഇന്നലെ ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ നടന്നത്. നമ്മൾ കണ്ടത് പല സംഭവങ്ങൾ കണ്ടു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മറ്റത്തൂരിലേത്. അവിടെ ഇപ്പോൾ കോൺഗ്രസ് അടുത്ത ഘട്ടത്തിലേക്ക് നടപടി കടുപ്പിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സഖ്യം വിട്ട് അല്ലെങ്കിൽ കൂറുമാറി സഖ്യത്തിലേർപ്പെട്ടു, ബി.ജെ.പിയുമായി സഖ്യത്തിലേർപ്പെട്ടു എന്നവർ ആരോപിക്കുന്ന ആൾക്കാരെ അയോഗ്യരാക്കാൻ നടപടികളിലേക്ക് അവർ കടക്കുന്നു എന്നറിയുന്നു. പക്ഷെ അപ്പോഴും ഈ DCC അല്ലെങ്കിൽ നേതൃത്വത്തെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഈ കൂറുമാറിപ്പോയ DCC മുൻ ജനറൽ സെക്രട്ടറി അടക്കം. എന്താണ് ഈ സംഭവം? എന്തുകൊണ്ടാണ് അവർ നേതൃത്വത്തെ കുറ്റപ്പെടുത്തുന്നത്? അതിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? പ്രജിൻ, ഈ മറ്റത്തൂരിലെ കൂറുമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർശന നടപടിയിലേക്കാണ് DCC കടന്നിരിക്കുന്നത്. അതിൽ DCC അധ്യക്ഷൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ട സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഗുരുതരമായ വീഴ്ച അവിടെ ഉണ്ടായിട്ടുണ്ട്. അതായത് 8 അംഗങ്ങൾ UDFന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ആളുകളാണ്. കോൺഗ്രസ് ആണ് അവർക്ക് ചിഹ്നമടക്കം നൽകിയത്. അങ്ങനെ നൽകിയ ആളുകളാണ് ഈ തെരഞ്ഞെടുപ്പിന് മിനിറ്റുകൾക്ക് മുമ്പ് ഒരു രാജിക്കത്ത്, അത് DCC നേതൃത്വത്തിന് ഇതുവരെ ലഭ്യമായിട്ട് പോലുമില്ല, അങ്ങനെ ഒരു രാജിക്കത്ത് എഴുതി വാട്സപ്പിലൂടെ മാധ്യമങ്ങൾക്ക് പ്രചരിപ്പിക്കുന്നു, മാധ്യമങ്ങൾക്ക് നൽകുന്നു. അതിനുശേഷം പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഹാളിൽ, ഈ പ്രസിഡന്റ് വോട്ടെടുപ്പ് നടക്കുന്ന ഹാളിലെത്തി BJP പിന്തുണയോടുകൂടി അവർ ഒരു വിമത സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് വിജയിപ്പിച്ചെടുക്കുന്നു. അതേ പാറ്റേൺ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തും പരീക്ഷിക്കുന്നു, അത് വിജയം കാണുന്നു. ഇത് കൃത്യമായ കൂറുമാറ്റമാണ് എന്നുള്ളതാണ് DCC വിലയിരുത്തുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൂറുമാറ്റപ്രകാരം ഇവരെ അയോഗ്യരാക്കുന്നതിന് വേണ്ടിയുള്ള നിയമ നടപടി ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നാളെ തന്നെ കോടതിയെയും അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും സമീപിക്കാനാണ് നിലവിൽ DCCയുടെ ആലോചന. 10 ദിവസത്തിനുള്ളിൽ സമീപിക്കണം എന്നാണ് ചട്ടം. അതുകൊണ്ട് തന്നെ അതിവേഗ നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് DCC പറയുന്നത്. പക്ഷേ DCC അച്ചടക്ക നടപടിക്ക് വിധേയനാക്കിയ TN ചന്ദ്രനാകട്ടെ, അദ്ദേഹം പറയുന്നത് ഇതിൽ DCCക്ക് ഗുരുതരമായ വീഴ്ചയുണ്ട്. ഈ പഞ്ചായത്തിൽ ഭരണം പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഇടപെടലും DCCയുടെ ഭാഗത്ത് നിന്ന് കാര്യക്ഷമമായി ഉണ്ടാകാതെ പോയതാണ് ഇത്തരമൊരു പ്രതിസന്ധിയിലേക്ക് നയിച്ചതെന്നുള്ളതാണ് TM ചന്ദ്രൻ ചൂണ്ടിക്കാണിക്കുന്നത്. അതിന്റെ പഴി തങ്ങളുടെ മേലിടുന്നു, അതിന്റെ പാപഭാരം തങ്ങളുടെ മേലിടാനുള്ള ഒരു നീക്കമാണ് DCC നടത്തുന്നത്. തങ്ങൾക്കെതിരെ എടുത്ത നടപടി പോലും അപഹാസ്യ നാടകമാണ് എന്നുള്ളതാണ് TM ചന്ദ്രൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വിപ്പടക്കം നൽകുന്നതിൽ ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുള്ളത് DCCക്കാണെന്ന് കൂടി TM ചന്ദ്രൻ പറയുന്നു. ഈ ഔസേപ്പ് എന്ന് പറയുന്ന വിമതൻ, അത് വിമതനെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി UDF തന്നെ ഉയർത്തിക്കാട്ടിയതാണ്. അത്തരത്തിൽ മാധ്യമങ്ങൾക്ക് വാർത്തയടക്കം നൽകിയിരുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. പിന്നീട് തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഈ ഔസേപ്പ് LDFനൊപ്പം ചേർന്നെന്ന വിവരം തങ്ങൾക്ക് മനസ്സിലാകുന്നത്. ആ സാഹചര്യത്തിലാണ് തങ്ങൾ ഈ മറ്റൊരു സ്ഥാനാർത്ഥിയായി ടെസി ജോസിനെ കണ്ടെത്തിക്കൊണ്ട് മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. അതൊരു മുൻധാരണ പ്രകാരമായിരുന്നില്ല. BJP പകരം മറിച്ച് തങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് അവർ സ്വീകരിക്കുകയായിരുന്നു. അതിൽ ഒരു തരത്തിലുള്ള ധാരണയോ സഖ്യമോ ഇല്ല എന്നുള്ളതും TM ചന്ദ്രൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ഈ രാജിവെച്ച 8 മെമ്പർമാർ അല്പസമയത്തിനകം മാധ്യമപ്രവർത്തകരെ കാണും. അതിൽ ഒരു മെമ്പറായിട്ടുള്ള അനന്തു രാവിലെ ഒരു വിരുദ്ധ നിലപാട്, അതായത് ഇന്നലെ
നേതാക്കളെ വോട്ട് ചെയ്തത് പോലും തനിക്ക് ഇത്തരത്തിലൊരു കൂട്ടുകെട്ടുണ്ട് എന്നറിയാതെയാണ് എന്ന ഒരു മലക്കം മറിച്ചിൽ അനന്തുവിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അനന്തു ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന അനന്തു അല്ല അക്ഷയ് ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അക്ഷയ് പറയുന്നത് ഈ വോട്ട് ചെയ്തിറങ്ങുമ്പോൾ പോലും ഇത്തരത്തിലൊരു കൂട്ടുകെട്ടുള്ളതായി തനിക്കറിയില്ല. ഒരു തരത്തിലും BJP-യുമായോ അല്ലെങ്കിൽ അത്തരം സംഘടനകളുമായോ ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് അനന്തവും ഈ വിഷയത്തിൽ അക്ഷയും ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന പ്രജിൻ. സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്നും. എന്തായാലും കോൺഗ്രസിന്റെ ഈ ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കുകയാണെങ്കിൽ, അവർ അയോഗ്യരാക്കപ്പെടുകയാണെങ്കിൽ മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ് കൂടി നടക്കുമോ എന്നൊരു സംശയം ബലപ്പെടുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.